എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ സ്കൂളാണ് കേട്ടോ ഉള്ളത്. സ്കൂളിൽ നമ്മുടെ പഠനോത്സവം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രദർശനവും അവതരണങ്ങളും ഒക്കെ ഉണ്ട്. ഓരോ ക്ലാസ്സുകളിലായിട്ട് അവരുടെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് പ്രദർശിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ കാണാം. ഇന്ന് നമ്മുടെ കുട്ടികളുടെ പരിപാടി ഉണ്ട് കേട്ടോ. നമ്മുടെ KG ക്ലാസ്സിലെ കുട്ടികളുടെ പരിപാടിയും കൂടിയുണ്ട്. 2 സ്കിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പാട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഒരു ചെറിയ രീതിയിൽ നമ്മൾ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മുടെ ക്ലാസ്സിലെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് എന്താ പറയുക, ചാർട്ടും അതുപോലെ തന്നെ അവരുടെ പെയിൻറ്റിങ്സും കളറിങ്സും ഒക്കെ ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയെന്ന് വെച്ചാൽ മക്കളുടെ പെയിൻറ്റിങ്സും കളറിങ്സും ഒക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് വെച്ചാൽ കുറേ ഭാഗങ്ങൾ നമ്മുടെ പാരൻറ്റിൻ്റെ സപ്പോർട്ടിങ് കൊണ്ടാണ് കേട്ടോ. നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ മക്കളോട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞാൽ അവരുടെ 100% അതായത് അവരുടെ പാരൻസ് നല്ല ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയേണ്ടത്, ഇതുപോലുള്ള നല്ല നല്ല കുറേ വർക്ക്സൊക്കെ നമുക്ക് നമ്മുടെ കൈകളിൽ എത്തിച്ചിരുന്നത് കേട്ടോ. ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹെൽത്തി ഹാബിറ്റ്സ്, നമ്മുടെ ഗുഡ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് ഒരു പ്ലക്കാർഡ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ മക്കളുടെയും അതുപോലെ തന്നെ പേരൻസിൻ്റെയാണ് കേട്ടോ. പേരൻസിൻ്റെയും ഹെൽപ്പില്ലാണ്ട് ഇതുപോലെ ഒന്നും നടക്കില്ല. അതുപോലെ നമ്മുടെ ആ ക്ലോക്കൊക്കെ നോക്കി എന്തൊരു ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമ്മുടെ പാഠവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ ഇതുപോലെ ക്ലോക്സൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല റിയാലിറ്റി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലോക്സൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ എന്തായിക്കോട്ടെ, നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ എന്താ പറയുക, എന്തെങ്കിലും പിക്ചേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ പേരൻസിൻ്റെ ഫുൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മുടെ മക്കളോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും എന്ത് കാര്യങ്ങളും നമ്മൾ പറഞ്ഞാലും നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാറുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിലുള്ള വർക്ക്സാണ് കേട്ടോ. ക്ലാസ് വർക്ക്സാണ്. അതൊക്കെ നമ്മളിവിടെ പ്രദർശിപ്പിക്കാമെന്ന് വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമായി. ഒരു ഉച്ചയ്ക്ക് ശേഷം, അതായത് 11:30ക്കാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെയും കൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് മക്കളുടെ സ്കിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പേരുടെ സ്കിറ്റാണ്. അപ്പോൾ അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിലേക്ക് അതായത് മുകളിൽ നിന്നാണ് കേട്ടോ പരിപാടിയൊക്കെ നടക്കുന്നത്. അവിടത്തേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മക്കൾക്ക് നമ്മൾ കുറച്ച് നേരത്തെ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇരുന്നിട്ടുണ്ട്. അതായത് ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രദർശനം വെച്ചത് കൊണ്ട് തന്നെ ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് എല്ലാ മക്കളും ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചെയർ ഇട്ട് വെക്കേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കുട്ടികൾ നിലത്തൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന് പഠിക്കണം അല്ലേ, നല്ല രസമല്ലേ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും ഒരുമിച്ചുണ്ട്. എല്ലാവരും ഹായ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരോടും വേഗത്തിൽ ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞു. കാരണം നമ്മൾ പ്രോഗ്രാംസ് മുകളിൽ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ വേണ്ടി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മക്കളൊക്കെ ഒരുമിച്ചിട്ട് കൊണ്ടുപോകാമല്ലോ എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ മുകളിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകാൻ വേണ്ടി പോവാണ് കേട്ടോ. മുകളിലെത്തുമ്പോഴത്തേക്കും ഏകദേശം പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ 11:30 തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ക്ലാസ്സിലും അവരുടേതായിട്ടുള്ള പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ അവതരണങ്ങളും സ്കിറ്റുകളും പ്രോഗ്രാം, അതായത് പാട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം കുറച്ചേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിലും നന്നായിട്ട് മക്കൾ സ്കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ മുകളിലത്തെ നിലയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് പാരൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് കുറച്ച് പാരൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ കുട്ടികൾ ചെയറിലിരുന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ മുന്നിൽ നമ്മളവിടെ ഇരുത്തിക്കുവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഓരോ കുട്ടികളും അവരുടേതായിട്ടുള്ള അവർക്ക് കൊടുത്ത റോൾസ് അവർ നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, നമ്മുടെ മക്കളുടെയും ചാൻസ് വരുമ്പം നമ്മൾ മുന്നിൽ പോയി നിൽക്കണം. അപ്പം കുഞ്ഞുമക്കളൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പഠനോത്സവം എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് വെച്ചാൽ നമ്മുടെ പാഠഭാഗത്തിലെ എല്ലാ കാര്യങ്ങളും, ഒരു പാട്ടാവട്ടെ ഒരു കഥയാവട്ടെ, നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് കുട്ടികൾ നന്നായിട്ടത് പഠിച്ച് വന്നിട്ട് ഇവിടെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ടീച്ചേഴ്സിൻ്റെ ആവട്ടെ പാരൻസിൻ്റെ ആവട്ടെ നല്ലൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ജില്ലകളുടെയും എന്താ പറയുക പ്രത്യേകതകൾ വിശദീകരിച്ച് കൊണ്ടാണ് ഈ കുട്ടികൾ നിന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ മാപ്പ് ലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ജില്ലയുടെയും പറയുന്നത്. അപ്പോൾ നമ്മുടെ മക്കളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കണ്ടാലോ.
I am banana. Kiss me every day. I am a melon, green and big, with lots and lots of seeds. I am an orange, round and orange, round and orange, round and orange. Oval and brown, oval and brown, oval and brown, and I am green inside. I'm a strawberry, fresh and red, fresh and red, fresh and red. I am a strawberry, fresh and red. I am good for health. I am a plum, round and purple. I am a plum, round and purple. I am a plum, round and purple. Rich with vitamin. Charlotte. How do you do? Eyes are brown, cheeks are pink. Do you know my dolly can sing, sing, sing? I have a pretty dolly dressed in blue, blue, blue. She has curly black hair, and this is how do you do? Eyes are brown, cheeks are pink. Do you know my dolly can sing, sing, sing? Ha, dolly, ha, dolly. I love my dolly, I love my dolly. Ha, dolly, dance with me, dance, dance, dance. Ha, dolly, sing with me, sing, sing, sing. Ha, dolly, jump with me. But we don't have any money. I have an idea. I will show you the carnival. ചെയ്തിട്ടുണ്ട്. അതിനെതിരെയാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. വരിക സഹജരെ, വലിയ സഹന സമരമായി കരളുറച്ച് കൈകൾ കോർത്ത് പോകണം. കൺതുറന്ന് നോക്കുവിൻ, കൈകൾ കൊണ്ടിറങ്ങുവിൻ. കപടം watching TV till late night and sleeping very late, so you're late for your school. Go and sit down. Now we discuss good habits. Now stand up one by one and tell good habits. Wake up early in the morning. Brush your teeth twice a day. Take a bath every day. Wear clean clothes.
പൊക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ല. പിന്നെയും പിന്നെയും പൊക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ല. രാമൻകുട്ടി വഴിയെ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു. ആരും വന്നില്ല. അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു. അവർ അവരുടെ സ്ഥിരം പണി തുടങ്ങി. അത് കണ്ട ദേഷ്യം വന്ന രാമൻകുട്ടി മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചു പോകും. അത്ഭുതമെന്ന് പറയട്ടെ, മരം നേരെ നിന്നു. ഇത് കണ്ട തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ടു. പോക്കറ്റില്ലാത്ത ബനിയൻ ധരിച്ച രാമൻകുട്ടിയുടെ പോക്കറ്റ് വരെ കീറിയിട്ടാണ് പെണ്ണുങ്ങൾ പോയത്. രാമൻകുട്ടി പിന്നീട് ഒന്നും ആലോചിച്ചില്ല. മരത്തിന് ഹാക്കപ്പോസ്റ്റ് 2020 സെപ്റ്റംബർ 14 നൽകി. മരം തഴച്ചു വളർന്നു. ഇത് കണ്ട രാമൻകുട്ടിക്ക് സന്തോഷം വന്നു. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിന് ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസായി. ആ മാസ്റ്റർ പീസ് രാമൻകുട്ടി ഇവിടെ രാമൻകുട്ടി ദൈവത്തോടായി പ്രാർത്ഥിച്ചു. നിങ്ങൾ എനിക്ക് ആയുസ്സും ആരോഗ്യവും തരും. ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം. കാരണം മരം ഒരു വരമാണ്. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മൂങ്ങാതെ ഇരുന്നു. അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത്. രാഘവൻ വരുന്നു. മരം മുറിക്കൽ ഹോബിയാക്കിയ, അതിലുപരി ജോലിയാക്കിയ രാഘവൻ മരങ്ങളുടെ ശത്രുവല്ല. മരങ്ങൾ മുറിച്ച് ഫർണിച്ചർ പണിയുന്നത് തെറ്റൽ. അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു. സംസാരം മൂത്ത് വാക്കേറ്റമായി. അത് പിന്നെ അടിയിൽ കലാശിച്ചു. നല്ല മനസ്സിന് ഉടമയായ രാമൻകുട്ടി കംപ്ലീറ്റ് അടിയിൽ വായിച്ചു. ഒടുവിൽ രാമൻകുട്ടി സർവ്വധൈര്യവും സംഭരിച്ച് രാഘവനോടായി അലറി. മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു. കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിനൊട്ടിയാൽ മരത്തിലൊട്ടി. ഇന്നത്തെ പണി കഴിഞ്ഞ രാഘവൻ സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി. തനിക്ക് തണ്ട് കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്താൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു. കാരണം മരം ഒരു വരമാണ്. കെട്ടിപ്പിടിക്കൽ ഏറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് ചില്ലകൾ താഴ്ത്തി. മരത്തെ രക്ഷിച്ച ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പ്രകൃതി അതിന്റെ തനിക്കുണം കാണിച്ചു തുടങ്ങി. മഴയും കാറ്റും ഇടിയും വന്നു. അതോടൊപ്പം കോളും വന്നു. കോളെടുത്ത് രാമൻകുട്ടി പറഞ്ഞു. കോൾ കട്ടായി. രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു. കാറ്റും മഴയും അതൊന്നും ചെറിക്കൊണ്ടില്ല. രാമൻകുട്ടിയുടെ മരം ആടി വിലക്കി. രാമൻകുട്ടി ദൈവത്തോടായി വീണ്ടും പറഞ്ഞു. മരം ഒരു വരമാണ്. മരത്തെ ഒന്നും ചെയ്യരുത്. വരം കിട്ടിയതുപോലെ രാമൻകുട്ടി തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് മരത്തെ താങ്ങി നിർത്തി. ചൂണ്ടുവിരൽ വളഞ്ഞ് ചൂണ്ട പോലെയായി.
ഇനി മീൻ പിടിക്കാൻ കൊള്ളാം. അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു. രാമൻകുട്ടി അടിയിലും മരമുകളിലും. അന്ത്യശ്വാസം വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു: അപ്പോൾ നമ്മുടെ മക്കളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതെന്ന് വെച്ചാൽ 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സുള്ള കുട്ടികളുടെ ക്ലാസ്സിന് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ചാർട്ട്സുകളാണ് കേട്ടോ. അവരുടെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാർട്ട്സുകളാണിത്. അതുപോലെ തന്നെ അവരുണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ കാണിക്കുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ സൗരയൂഥം, അതായത് നമ്മുടെ എന്താ പറയുക, ഒരു നല്ലൊരു എന്താ പറയുക ഭൂമി സൗരയൂഥങ്ങളൊക്കെയാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. സൗരോർജ്ജം ഇതൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതുപോലെ നമ്മുടെ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ കേരളം, നമ്മുടെ എല്ലാ ജില്ലകളുടെയും അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതെന്ന് വെച്ചാൽ ട്രാഫിക് ലൈറ്റാണ് കേട്ടോ. റെഡ്, യെല്ലോ, ഗ്രീൻ ഇത് നമ്മുടെ ട്രാഫിക് ലൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഓരോ ക്ലാസ് റൂമിലും നല്ല അടിപൊളിയായിട്ട് അവരുടെ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല ഭംഗിയിൽ അവർ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവരുടെ ഓരോ പാഠഭാഗത്തുള്ള ഓരോ സംഭവങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ടീച്ചേഴ്സും പാരൻസും ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞില്ല. അപ്പം എല്ലാവരും കൂടിയിട്ട് നമ്മളെല്ലാം ഇത് ഓരോ ക്ലാസ്സിൽ കയറിയിട്ട് കാണുകയായിരുന്നു ചെയ്തത്. അപ്പം നന്നായിട്ടുണ്ടായിരുന്നു. ഓരോ സംഭവങ്ങൾ, ഓരോ കാര്യങ്ങൾ അവരെല്ലാം എഴുതിയിട്ട്, അതുപോലെ തന്നെ ഇതുപോലൊരു മരമൊക്കെ വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ഒട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇക്കൊല്ലത്തെ ഈ ഒരു പഠനോത്സവം പറയുന്നത്. അപ്പോൾ മക്കളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ടീച്ചേഴ്സ് അതിനേക്കാളും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാരൻസും അവരുടെ സപ്പോർട്ട് ഇല്ലാണ്ടൊന്നും പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് ടീച്ചേഴ്സും കുട്ടികളൊക്കെ കൂടിയിട്ടാണ്. നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫസ്റ്റ് എയ്ഡ് ബോക്സും അതുപോലെ തന്നെ എന്താ പറയുക എല്ലാവരുടെ ഓരോ വർക്ക്സും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ 1ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ 2ാം ക്ലാസ്സും അതുപോലെ തന്നെ 3ാം ക്ലാസ്സൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അവരും ഇതുപോലെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടല്ലേ. അപ്പം ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടും സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കണ്ടോ, നന്നായിട്ടുണ്ടായിരുന്നു ആക്കിയിട്ട്. അതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീടുകൾ നന്നായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടാക്കിയത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മളിത് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഇവിടെയും അതുപോലെ നന്നായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് വേസ്റ്റ് സാധനങ്ങളെ കൊണ്ടുകൂടി അവരുടെ പലതരം സാധനങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മുട്ടേനെ കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് മുട്ടത്തോടിനെ കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസും അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മുട്ടത്തോടിനെ കൊണ്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ പിന്നെ അവരുടെ ഉണ്ടാക്കിയ തീപ്പെട്ടി അതായത് തീപ്പെട്ടിയുടെ കൂടുണ്ടാവില്ലേ, അതിനെ കൊണ്ട് റോബോട്ട്സിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ വെറൈറ്റികൾ അവർ കണ്ടുപിടിച്ചത് കണ്ടപ്പോൾ നന്നായിട്ട് തോന്നി. ഇതൊക്കെയെന്ന് വെച്ചാൽ റോബോട്ട്സ് ആണ് കേട്ടോ. നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇലകളുടെ രൂപത്തിലുള്ളത് പേപ്പർ, അതായത് പേപ്പർ വർക്ക്സ് ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ തീപ്പെട്ടിയുടെ പിന്നെ മൂടുകൊണ്ട്, അതായത് അതിൻ്റെ തീപ്പെട്ടി കോല് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള സംഭവത്തിനെ കൊണ്ട് ഉണ്ടാക്കിയ റോബോട്ട്സ് ആണ്. ഇത് ബസ്സുകളാണ് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ കുഞ്ഞുമക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഓരോ ക്ലാസ്സുകളും നമ്മളിങ്ങനെ കവർ ചെയ്ത് പോവുകയാണ്. അപ്പം എന്താ പറയുക, അടുത്തൊരു ക്ലാസ്സിലും കൂടിയുണ്ട്. ആ ക്ലാസ്സും കൂടി കയറിയപ്പോൾ നിറയെ മുഖംമൂടീസ് കണ്ടു കേട്ടോ. നിറയെ മുഖംമൂടികളായിരുന്നു. മാത്രമല്ല കുറേ ചാർട്ട്സ് പേപ്പറിനെ കൊണ്ട് അവർ ഓരോ ഐറ്റംസ് അവരുടെ എന്താ പറയുക പാഠവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ ലാസ്റ്റ് നമുക്കൊരു മധുരം ഉണ്ടായിരുന്നു, സേമിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടാണ് നമ്മുടെ മക്കൾ ഇന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് ക്ലാസ്സിൽ ചുമരുമ്പിൽ വരച്ചതാണ്. ആരാ വരച്ചതെന്ന് അറിയില്ല, പക്ഷേ നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. കുട്ടികളുടെ പണി തന്നെ ആകാൻ സാധ്യത, ഇല്ല ടീച്ചേഴ്സാണോ എന്നറിയില്ല. നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ചുമരിൽ വരച്ചതാണിത്. നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എന്താ പറയുക നമ്മുടെ ക്ലാസ് റൂമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാ ക്ലാസ് റൂമൊക്കെ കയറി കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ നേരെ പായസം കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പായസം ടീച്ചർ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേറ്റ്സൊക്കെ എടുക്കാൻ പറഞ്ഞു എല്ലാവരോടും. എന്നിട്ട് പായസമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്ലേറ്റൊക്കെ എടുത്ത് നല്ല അടിപൊളി സേമിയ പായസമൊക്കെ കുടിച്ചിട്ടാണ് ഇന്ന് വീട്ടിലേക്ക് പോയത് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാ പ്രോഗ്രാംസൊന്നും എനിക്കിതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും
മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.